ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് ഞാനെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അത് പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷനിൽ അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യാൻ. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജൂൺ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ജൂൺ മാസത്തിൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി, പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ 6 ഓഫ് സോഡ്സ്. കറണ്ട് എനർജി ജൂൺ മാസത്തിൻ്റെ നിങ്ങളുടെ 10 ഓഫ് സോഡ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 5 ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് സോഡ്സ് ആണ്. അഡ്വൈസ് ലവേഴ്സ്. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് 6 ഓഫ് വാൻഡ്സ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, ഏസ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ. എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് നിങ്ങൾ പുറത്ത് വരണു. കുറേ സ്റ്റാഗ്നൻസി ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. ഒന്നും മുമ്പോട്ട് പോകില്ല. ഒരു റിലേഷൻഷിപ്പ് ആവാം, ഒരു കരിയർ ഡിസിഷൻ ആവാം, എന്താ വെച്ചാലും ഇത് ഒരു സ്റ്റാഗ്നൻറ്റ് ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എന്ത് ചെയ്താലും അത് ശരിയാവുണ്ടായില്ല, വർക്കൗട്ട് ആവുണ്ടായില്ല. അപ്പോൾ ഇത് ഈ മാസം നിങ്ങൾക്ക് എന്തോ ഒരു ബ്രേക്ക് ത്രൂ കിട്ടും. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷന് പുറത്ത് വരാനുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ എന്താണ് ഈ ഏസ് സോഡ്സ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഏസ് സോഡ്സ് ഒരു സഡൻ ഓപ്പർച്യൂണിറ്റിയും ആവാം. അപ്പോൾ നിങ്ങൾ ജോലിക്ക് കുറേ ട്രൈ ചെയ്യണ്ടായിരുന്നു, അത് വർക്കൗട്ട് ചെയ്യണ്ടായില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടും. അപ്പോൾ 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. റിലേഷൻഷിപ്പിലാവാം, അതല്ല വെച്ചാൽ കരിയറിൽ. ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ അതിൽ കുറേ ആക്ടിവിറ്റി ഉണ്ടാവും, കുറേ മൂവ്മെൻറ്റ് ഉണ്ടാവും, ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത് പാഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ മാസം ആ ബ്ലോക്ക് മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. 6 ഓഫ് സോഡ്സ് ആണ് പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിട്ടിട്ട് നിങ്ങളിപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു സിറ്റുവേഷനെ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ സ്റ്റേബിൾ എനർജീസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടായ ഇഷ്യൂ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിനൊക്കെ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വന്നു. ഇതൊരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു ജോബ് വിട്ടിട്ടാണ് നിങ്ങൾ പുതിയ ജോബ് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ പുതിയ ബിഗിനിങ് വന്നുകൊണ്ട് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല.
ഇപ്പോൾ ഈ കറണ്ട് എനർജിയിൽ 10 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ജൂൺ മാസത്തിൽ എന്തോ ഒരു ബിട്രിയൽഡ് എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഏതോ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. ഈ 10 ഓഫ് സോഡ്സ് എന്താണ്? എംപറർ. എസ്പെഷ്യലി കരിയറിൽ ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല, ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ചു, അങ്ങനത്തെ ഒരു എനർജി. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഒരു അഫെയറിൻ്റെ എനർജി കാണാണ്ട്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക അത് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ശരിയായി ബിഹേവിയർ ആയിരുന്നില്ല അവരുടെ. നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ട് മുമ്പോട്ട് പോണു. ഫ്യൂച്ചറിൽ 5 ഓഫ് വാൻഡ്സ് ആണ്. ഇത് കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. ഈ 5 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാനാണ് ചെയ്യണത്. എന്താ ഇപ്പോൾ നെക്സ്റ്റ് എനിക്ക് ചെയ്യേണ്ടത്? ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, ഇല്ലച്ചാൽ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണോ, എന്തെങ്കിലും ഒരു പുതിയ ജോലിക്ക് ട്രൈ ചെയ്യണോ? പേജ് ഓഫ് സോഡ്സ്. എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് ചെയ്യണോ? എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ പുറമേ പോകാനുള്ള ചാൻസുമുണ്ട്. നിങ്ങൾക്ക് എന്താ ആക്ഷൻ എടുക്കേണ്ടത് വെച്ചാൽ വേഗം തീരുമാനിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ അത്ര എനർജീസ് കുറേ ഫാസ്റ്റ് മൂവിങ് എനർജീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടില്ല ആലോചിക്കാൻ. ഓക്കെ, എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാലും എല്ലാം ക്വിക്ക് ഡിസിഷൻസ് ആവണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 3 ഓഫ് സോഡ്സ് ആണ് ഈ മാസം നിങ്ങൾ കുറേ ഡിപ്രസ്ഡ് ആണ്. എന്ന് വെച്ചാൽ എന്തോ ഒരു എൻഡിങ് ഡെഫിനറ്റ്ലി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ എൻഡിങ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറേ സാഡ്, ഡിജക്റ്റഡ് ആണ്, ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ എനർജി കുറേ ഇംബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ലവേഴ്സാണ്. ലവേഴ്സ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, പക്ഷെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ചോയ്സ് ഉണ്ടാക്കാനാണ് പറയണത്. നിങ്ങൾക്ക് അറിയാം എന്താ ചോയ്സ് എടുക്കേണ്ടതെന്ന്, എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ അത് എടുക്കാൻ കുറച്ചൊരു വിഷമം, ആ ഡിസിഷൻ എടുക്കാനൊരു വിഷമം. നിങ്ങൾക്ക് ഓൾറെഡി ആ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം അത് ഇതാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ആ ഡിസിഷൻ എടുക്കാനൊരു ധൈര്യമില്ല. ഓക്കെ, അപ്പോൾ കുറേ ഇമോഷൻസ് ഉണ്ട് ഈ മാസം. കുറേ ഡിപ്രഷൻ്റെ എനർജിയുമുണ്ട്, സാഡ്നെസ് ഉണ്ട്, ഗിൽട്ട് ഉണ്ട്. ഓക്കെ, കുറേ ഫിയർ ഉണ്ട്, പേടിയുണ്ട്, അത് ഈ ഡിസിഷൻ എടുത്താൽ ശരിയാവുമോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമോഷണൽ, മെൻ്റൽ എനർജീസാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാലും എല്ലാത്തിലും സക്സസ്സാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കാണ്ട് ഒരു ഡിസിഷൻ എടുക്കുക. അതിൽ കുറേ ഹാപ്പിനെസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അതാണ് പ്രോബ്ലം. കുറേ ഓവർ തിങ്കിങ് സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്ട്രെസ്സൊക്കെ എടുത്ത കാര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ ഔട്ട്കം പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഇത്രയും സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് ഉണ്ടാവാൻ പോണത്. ഒരു പുതിയ ലവ് മെസ്സേജ് ഇല്ലച്ച, ഒരു പുതിയ പേഴ്സൺ, അതുമല്ലച്ച ഒരു പുതിയ ജോബ്, ക്രിയേറ്റീവ് ജോബായിരിക്കാം. പേജ് ഓഫ് കപ്സിന് ക്വീൻ ഓഫ് കപ്സിലേക്ക് പോണു. ആൻഡ് ഇവിടെ കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ കുറേ ഡിറ്റാച്ച്ഡ് ആയിരിക്കണു. എന്നുവെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായിച്ചാൽ അതുകൊണ്ട് നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആണ്. ഇമോഷണലി ഓപ്പൺ അല്ല, ഇമോഷണലി കുറേ ക്ലോസ്ഡ് മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ. എന്നുവെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് വന്നിട്ടും നിങ്ങൾ അതിനെ നിങ്ങളുടെ ലൈഫിൽ ഇൻവൈറ്റ് ചെയ്യണില്ല, നിങ്ങളുടെ ലൈഫിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ആ പാസ്റ്റിനെ വിട്ട് മുമ്പോട്ട് പോകാൻ ആണ് യൂണിവേഴ്സ് ഈ മാസം നിങ്ങളോട് പറയണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇതൊരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ്? യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. അപ്പോൾ
ലക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൈഡിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഒന്നും പേടിക്കാനില്ല. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ വേറെ ഫ്രണ്ട്സും ഫാമിലിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ എന്താ തീരുമാനം എടുക്കണം വെച്ചാലും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ സൈൻസ് കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനി ആൻഡ് പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇതാണ് മേജർ സൈൻസ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ്.